ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിവിടുന്ന് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. കാരണം നമ്മളൊരു വലിയ കേസിൽ പെട്ടിരിക്കുകയാണ്. സോ പോലീസും കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകെ ആയിരുന്നു. ഇപ്പം അവരെ കാണാനില്ല. നമ്മളൊരു വമ്പൻ ചേസിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കണത്. സോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സോ റിസ്ക്കാണ്. സോ നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറി എസ്കേപ്പ് ആവണം. അല്ലാണ്ട് ഒരു കളിയും ഇനി നടക്കില്ല. ഒരു കളി എന്ന് പറഞ്ഞാൽ ഒരു കളി നടക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് നമുക്ക് ഇതുവഴി പോകണം സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ പ്ലാന്. ട്രെയിനിൽ കയറി രക്ഷപ്പെടാനാണ്. ട്രെയിനിൻ്റെ സമയമായിട്ടില്ല. വണ്ടി പറഞ്ഞ് തീർന്ന്. നോവേ 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 ഇറങ്ങ. ട്രെയിൻ ഇപ്പോൾ വരുമെന്ന് അറിയില്ല. സോ നമുക്ക് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇറങ്ങ്. ഓക്കെ, ഇവിടെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. എനിക്ക് അവനെ കണ്ടിട്ടങ്ങ് വിശ്വാസം തൽക്കാലം ഇല്ലേ. നമുക്കൊരു ബോഗി ട്രെയിനാണോ അല്ല മറ്റേ ഒരു കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനില്ലേ, അതാണ് സുഹൃത്തുക്കളെ വരണേ. സോ നമുക്ക് അതിൽ കയറി തന്നെ പോവാം. അല്ലാണ്ട് വേറെ നമുക്ക് വഴിയും ഇതൊന്നും കാണില്ല. സോ നമുക്ക് ഇപ്പോൾ അതിൽ തന്നെ കയറി പോവാം. ഏകദേശം 11 മണിക്കാണ് ട്രെയിൻ എടുക്കണേ. സോ പക്ഷേ ഇങ്ങനെ കുറേ പേര് ഇവിടെ നടക്കാറില്ല സുഹൃത്തുക്കളെ. നോർമലി ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരിക്കും. കാരണം ഇങ്ങനെ നടക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. സോ നമുക്കിനി ട്രെയിനിൽ കയറി പോകണം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ എടുത്തുകൊണ്ട് പോവാണ് സുഹൃത്തുക്കളെ. സമയം ഇപ്പോൾ 10 മണി മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ആരെ ട്രെയിൻ എടുത്തതെന്ന് നമുക്കറിയില്ല. ഇവിടെ ഇവനല്ല, വേറെ ഏത് ഒരുത്തനാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇത് വലിയ ചടങ്ങായല്ലോ. സോ നമുക്ക് നമ്മുടെ ടാർസൻകാരനെ വിളിച്ചിട്ട് പോവാം. കാരണം ഒരു വമ്പൻ ചേസിനുള്ള മുതലുണ്ട്. കാരണം ചേസ് ചെയ്ത് എന്തോ ഹൈജാക്കിൻ്റെ എന്തോ പരിപാടിയാണ്. കാരണം ഇവർക്ക് അലേർട്ടൊക്കെ വന്നായിരുന്നു. സോ എന്തോ ഹൈജാക്കിൻ്റെ ഒക്കെ പരിപാടിയാണ് സുഹൃത്തുക്കളെ. സോ നമുക്ക് ട്രെയിൻ എന്തായാലും പിടിച്ച് നിർത്തണം നമ്മുടെ ട്രെയിൻ. അതാണ് നമുക്ക് കിട്ടിയ മിഷൻ. ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതുവഴി നമുക്ക് പാളം വഴി ഫോളോ ചെയ്യാം. ആർച്ചൻ്റെ മൊത്തം സ്പീഡ് എടുത്താൽ ട്രെയിനിലിട്ട് എങ്ങാനും പിടിച്ചാൽ നമ്മൾ ചമ്മന്തിയാവും. അതുകൊണ്ടാണ് ഞാൻ മൊത്തം സ്പീഡ് എടുക്കാത്ത. സൂക്ഷിച്ച് ഓടിക്കണം. ടാർസൻ കുറച്ച് വിഷയമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ കയറാറായിട്ടുണ്ട്. ഇടിക്കടാ അങ്ങട്, ഇടിക്ക്. അയ്യോ നോ ഗൈസ്, നിർത്ത്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്. കാരണം വെമ്പൻ ചേസിങ് ആയിരുന്നു. സോ ആ ട്രെയിൻ ഇപ്പോൾ കുറേ ദൂരെയാണ്. നിങ്ങൾ കണ്ടു കാണാം. അവിടെ ഇടിച്ചിട്ട് വണ്ടി ഓണാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരത്തിന് ശേഷമാണ് ഇപ്പോൾ ഓണാണ്. ഇപ്പം തന്നെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. അപ്പം തന്നെ ഇതിൻ്റെ പാർട്സ് എല്ലാം സൂക്ഷിച്ച് പഠിക്കണം. ടാർസമായതുകൊണ്ട് ഒടുക്കത്തെ സ്പീഡായിരിക്കും. ടൈം നൈറ്റായിട്ടുള്ള ഒരു ട്രാവൽ വഴിയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ആ ട്രെയിൻ ഒത്തിരി ദൂരം എത്തിയിട്ടുണ്ടാകും. നമുക്ക് ഹൈജാക്ക് ചെയ്ത് ട്രെയിൻ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സോ മാക്സിമം നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ട്രെയിൻ അവിടെ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ട്രെയിൻ എങ്ങനെയെങ്കിലും പിടിക്കണം. അതാണ് നമ്മുടെ ഒരു ട്രെയിൻ എങ്ങനെ പിടിക്കുന്നതെന്നോ എനിക്കറിയില്ല. ട്രെയിൻ ഇതുവഴി കയറി പോകുന്നുണ്ട് സുഹൃത്തുക്കൾ. സോ ഇതിൽ കയറിയായിരുന്നു നമുക്ക് ആരും കാണാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രെയിൻ തന്നെ എടുത്തത്. ഞാൻ മാർക്കും അങ്ങനത്തെ സംശയം തോന്നില്ല. നമുക്ക് ഒത്തിരി ഫ്രണ്ടിൽ പോവാം. ഞാൻ ഈ മറ്റേ റിപ്പയർ ചെയ്ത സമയം കൊണ്ട് തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുള്ള ഹാക്കർ, അവൻ എനിക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ട്രെയിൻ സ്റ്റോപ്പ്
സോ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആകും. സോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യണം. സോ അങ്ങനെയാണ് ഇവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഇത് ഇന്ത്യൻ റെയിൽവേ ട്രെയിനിൽ നിർത്താൻ പറ്റാത്ത ട്രെയിനാണ്. സോ അത് തന്നെ വഴിയുള്ളൂ എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്താം. ഓക്കെ, ഇത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിർത്താൻ പറ്റില്ലെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞേക്കണേ. സോ നമുക്ക് ട്രെയിൻ കൺട്രോൾസ് എടുത്ത് പിടിച്ചേക്കാൻ. ട്രെയിൻ വരുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കി ബോംബ്സ് ഇട്ടാലോ സുഹൃത്തുക്കളെ? കുറച്ച് സ്റ്റിക്കി ബോംബ്സ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ. ഓ, ആ ട്രാക്കിൽ കൂടിയാ വരണേ, ആ ട്രാക്കിൽ കൂടിയാ. ഇവിടെ ഇട്, ഇവിടെ ഇട്, ഇവിടെ ഇട്. സമയമില്ല, സമയമില്ല, സമയമില്ല. നോ 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 വേ, നോ വേ, നോ വേ, നോ വേ, നോ വേ. കണ്ടോ, സ്റ്റിക്കി ബോംബിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കണം സുഹൃത്തുക്കളെ, അല്ലാണ്ട് ഒരു കളി നടക്കില്ലെന്നാണ് എനിക്ക് തോന്നണേ. സോ ട്രെയിൻ പിന്നെ ഒത്തിരി ദൂരം എത്തിയിട്ടുണ്ട്. സോ നമ്മൾ കാറിൽ കയറി നമുക്ക് പോവാം. കയറണം സുഹൃത്തുക്കളെ, പെട്ടെന്ന് കയറണം. രമേശ, ഫ്രാങ്ക്ലിൻ രമേശ, കയറ്. ട്രെയിൻ ഇനിയെങ്കിലും പിടിക്കണം. സ്റ്റിക്കി ബോംബ് ഇട്ടുണ്ടായിരുന്നു, ബട്ട് നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട കാര്യമുള്ളൂ. ഇപ്പോൾ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നാൽ മതിയായിരുന്നു. സിറ്റിയിലെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ നമ്മളെ അതൊക്കെ ശാന്തമായിട്ടായിരിക്കും നമ്മളിനി വരിക. അയ്യോ, നോ വേ ഗായ്സ്, നോ വേ. തൽക്കാലം നമുക്ക് വേറൊരു കാർ മേടിക്കാം, അതാണ് വഴിയുള്ളൂ. ടാർസൺ തന്നെ മതി. ടാർസൺ ആണെങ്കിൽ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. ട്രെയിൻ ഏത് ലൊക്കേഷനിലാണെന്ന് പോലും എനിക്കറിയില്ല. ട്രെയിൻ പുറകിലാണോ ബാക്കിലാണോ എന്ന് എനിക്കറിയില്ല. സോ ഇത് റോഡാണ്. സോ റോഡ് വഴി പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ സീനായല്ലോ നോക്കുന്നേ. എനിക്ക് തോന്നുന്നു ട്രെയിൻ പിടിക്കാൻ പറ്റില്ലെന്നാണ്. ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. ട്രാക്ക് വഴി നമുക്ക് നല്ല സ്പീഡ് പറപ്പിച്ച് കിട്ടണം, എങ്കിലാണ് ട്രെയിൻ കിട്ടുള്ളൂ. ട്രെയിനിന്റെ ഫ്രണ്ടിൽ എങ്ങനെയെങ്കിലും കയറി കഴിഞ്ഞിട്ട് നമുക്ക് കൺട്രോൾസ് എടുക്കാം ആണ് വഴി. നമുക്ക് ഇൻഫിനിറ്റിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഫുഡ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ഇടാൻ പറ്റിയിട്ടുള്ളത്. സോ നമുക്ക് ഇതുവഴി അങ്ങ് പോവാം. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ തീർന്നു സുഹൃത്തുക്കളെ, തീർന്നെന്ന് വെച്ചാൽ തീർന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ട്രെയിൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല സുഹൃത്തുക്കളെ. ട്രെയിൻ എവിടെയാണ്? ഓ, ട്രെയിൻ കണ്ട്, ട്രെയിൻ കണ്ട്, ട്രെയിൻ കണ്ടു പോകാം. ട്രെയിൻ്റെ നല്ല ഫ്രണ്ടിൽ നമുക്ക് പോവാം. ഓ, നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പെട്ടെന്ന് നമുക്ക് അടച്ച് വിടാം, എങ്കിലാണ് എത്താൻ പറ്റുള്ളൂ. ഓ, ട്രെയിൻ സ്റ്റോപ്പിലെത്താറായിട്ടുണ്ട്. സ്റ്റോപ്പിലെത്തുമ്പോഴും ട്രെയിൻ നിർത്തില്ലെന്നാണ് തോന്നണേ. നമുക്ക് നല്ല ഫ്രണ്ടിൽ നിർത്താം. നമ്മുടെ പോലത്തെ വേറൊരു സിറ്റിയാണ് കല്യാൺ സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. സോ കല്യാൺ സിറ്റി. ഓ, നോ വേ, നോ വേ ഗൈസ്. എനിക്ക് ഇനി ഫ്രണ്ടിൽ പോകണം, കാരണം ട്രെയിൻ നമ്മുടെ തൊട്ട് പുറകെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇറങ്ങിയിട്ട് എല്ലാം ചെയ്യുന്ന സമയമില്ല. സോ നമുക്ക് കുറേ കാലം ഇനി കല്യാൺ സിറ്റി നിൽക്കാം. അതാണ് ലാഭം തോന്നുന്നത്. ഓ, ബ്രേക്ക് പിടി, ബ്രേക്ക്. ഓ, ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നമ്മൾ. ഓ, നോ വേ, നോ വേ, നോ വേ. കൺട്രോൾസ് എടുക്ക്, കൺട്രോൾസ് എടുക്ക്. ബ്രേക്ക്, 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 ബ്രേക്ക്. നോ 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 നോ. ഓക്കെ ഗൈസ്, നമ്മൾ കൺട്രോളിൽ ഹാക്ക് ചെയ്ത് നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ട്രെയിനകത്ത് ആരുമില്ല. ഇത് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള പിടിച്ച് കാരി ചത്ത്. സോ നമുക്കിനി കുറേ കാലം കല്യാൺ സിറ്റി നിൽക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഹൈജാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം അറിയാം. ഹൈജാക്ക് ചെയ്ത പുള്ളിക്കാരെ നമ്മുടെ കല്യാൺ സിറ്റി ഇല്ലേ,
ആ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു എതിരാളിയായിരുന്നു. സോ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കല്യാൺ സിറ്റിയിൽ ഒരു ഗ്യാങ്സ്റ്റർ ആക്കാനാണ് നമ്മുടെ ബോസ് പറഞ്ഞേക്കണേ. സോ നമ്മളെ ഗ്യാങ്സ്റ്റർ ആക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യണം. സോ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഈ ഡ്രസ്സ് തന്നെയാണ് നമ്മൾ ഇടാൻ പോണേ. ബട്ട് നമ്മൾ ഈ മാസ്ക് മാത്രം ഒന്ന് മാറ്റുന്നുള്ളൂ. റെഡി സുഹൃത്തുക്കളെ. അപ്പം നമ്മളിനി ഗ്യാങ്സ്റ്റർ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇതായിരിക്കും. ഓക്കെ, അത്ര